1.5 മണിക്കൂർ കൊണ്ട് 100 ചോദ്യങ്ങളാണ് നിങ്ങളുടെ മുൻപിലേക്ക് വരുന്നത്. അപ്പം നമ്മൾ എക്സാം തുടങ്ങുന്ന ഒരു ടൈമിൽ നിങ്ങൾക്ക് 100 ക്വസ്റ്റ്യൻസും ഒരുമിച്ച് കാണാൻ പറ്റുന്നു എന്ന മറ്റൊരു അഡ്വാൻറ്റേജും RRB NTPC എക്സാമിനേഷൻ ഉണ്ട്. ഹലോ ഫ്രണ്ട്സ്, RRB NTPC എക്സാമിനേഷൻ വരാൻ പോവാണ് അല്ലേ. ഇനി അധികം നാളൊന്നും സമയമില്ല, നമുക്കൊരു 2 മന്ത്സോളം എക്സ്പെക്റ്റ് ചെയ്യാം. ഇതുവരെ പഠിച്ചു തുടങ്ങാത്ത ഒരുപാട് പേരുണ്ടായിരിക്കും. സോ പഠിക്കുന്ന ഓൾറെഡി ആൾക്കാരുണ്ടായിരിക്കും, അതുപോലെ ഒരുപാട് വർഷമായിട്ട് ഈ റെയിൽവേ നോട്ടിഫിക്കേഷൻ കാത്തിരുന്ന് അതിനായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് കാൻഡിഡേറ്റ്സും ഉണ്ട്. സോ എല്ലാവർക്കും ഉള്ളൊരു കോമൺ ഡൗട്ടാണ്, അതായത് RRB എക്സാമിനേഷൻസിൽ RRB NTPC പരീക്ഷ വരുമ്പോൾ അതിൻ്റെ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്ന പ്രിലിമിനറി എക്സാമാണ്. സോ പ്രിലിംസ് വരുമ്പോൾ സമയം പരീക്ഷയിൽ എങ്ങനെ മാനേജ് ചെയ്യണം എന്നുള്ളൊരു കാര്യം, ലോട്ട് മോർ കൺഫ്യൂഷൻസ് ഉണ്ട് അതിൽ, എങ്ങനെ ടൈം മാനേജ് ചെയ്യാം. അപ്പം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എഫിഷ്യൻ്റായിട്ട് ഏറ്റവും കുറഞ്ഞ ടൈമിൽ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ഹൈ ആക്യുറസിയോടെ RRB NTPC എക്സാം എഴുതി ക്ലിയർ ചെയ്യുന്നൊരു സ്ട്രാറ്റജിയാണ് നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത്. സോ ശ്രദ്ധിച്ച് കേൾക്കുക സ്റ്റാർട്ടിങ് ടു എൻഡ് വരെ. എന്നിട്ട് മോക്ക് എക്സാമിനേഷൻ നിങ്ങൾ ചെയ്ത് നോക്കുന്ന സമയത്ത് ഈ സ്ട്രാറ്റജി ഇംപ്ലിമെൻറ്റ് ചെയ്തുകൊണ്ട് മോക്ക് എക്സാംസ് എഴുതി നോക്കുക. ഞാൻ ഈ പറയുന്ന സ്ട്രാറ്റജി മോക്ക് എക്സാംസിൽ കൊണ്ടുവന്നിട്ട് നിങ്ങൾ മോക്ക് എക്സാം ഓൺലൈൻ മോക്കാട്ടോ പറയുന്നത്, ഓൺലൈൻ മോക്ക് എഴുതി നോക്കുക. 1-2 മോക്സ് നിങ്ങൾ അങ്ങനെ എഴുതുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ചേഞ്ചസ് ഉറപ്പായിട്ടും ഫീൽ ചെയ്യുന്നതായിരിക്കും. സോ വിതൗട്ട് എനി ഡിലേ നമുക്ക് നമ്മുടെ കോണ്ടന്റിലേക്ക് പോകാം. സോ ടൈം മാനേജ്മെൻറ്റ് ഇൻ RRB NTPC എക്സാമിനേഷൻ. RRB NTPC എക്സാം എന്ന് പറയുന്നത് ഒരു ഓൺലൈൻ പരീക്ഷയാണ്, അതായത് കമ്പ്യൂട്ടറിൻ്റെ മുൻപിലിരുന്ന് നിങ്ങൾ എഴുതേണ്ട ഒരു പരീക്ഷയാണ് RRB NTPC എന്ന് പറയുന്നത്. സോ എക്സാമിനേഷൻ നിങ്ങൾക്ക് ചോദ്യങ്ങൾ ഇംഗ്ലീഷിലും കാണാൻ സാധിക്കും, അതുപോലെ തന്നെ നിങ്ങൾക്ക് ചോദ്യങ്ങൾ മലയാളത്തിലും കാണാൻ സാധിക്കുന്നതാണ്. ഇംഗ്ലീഷ് ആൻഡ് മലയാളം മാത്രമല്ല, ഇംഗ്ലീഷ് എന്ന് പറയുന്ന ഒരു ലാംഗ്വേജ് ഫിക്സഡ് ആണ്, അത് ഇംഗ്ലീഷായിട്ട് തന്നെ കാണും. പക്ഷേ നമുക്ക് മീഡിയം ഓഫ് ദ എക്സാമിനേഷൻ ചൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അത് ചോദിക്കുന്നത് വേറൊന്നുമല്ല, ഇംഗ്ലീഷിൻ്റെ കൂടെ ചോദ്യങ്ങൾ എങ്ങനെ കാണണം എന്നുള്ളതാണ് അത് ചോദിക്കുന്നത്. ഇംഗ്ലീഷ് ഫിക്സഡ് ആണ്, ഡീഫോൾട്ടാണ്, അവിടെ തന്നെ കാണും. ഇംഗ്ലീഷിൻ്റെ കൂടെ വേണമെങ്കിൽ നമുക്ക് ചോദ്യങ്ങൾ മലയാളത്തിൽ കാണാം, അല്ലെങ്കിൽ നമുക്ക് ചോദ്യങ്ങൾ ഹിന്ദിയിൽ കാണാം. സോ ഇംഗ്ലീഷിൽ വീക്കായിട്ടുള്ള കാൻഡിഡേറ്റ്സ് ആണ് നിങ്ങളെങ്കിൽ എന്ത് ചെയ്യാനുള്ളൊരു ബെറ്റർ ഓപ്ഷനാണ്, നിങ്ങൾക്ക് ചോദ്യങ്ങൾ മലയാളത്തിൽ കാണാൻ ഉള്ളൊരു ബെറ്റർ ഓപ്ഷൻ ഇവിടെ ഉണ്ട്. പിന്നെ RRB NTPC എക്സാമിനേഷൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്, നമ്മൾ മറ്റു കോമ്പറ്റേറ്റീവ് എക്സാംസിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ, ഈവൻ നമുക്ക് SSC എക്സാംസായിട്ട് കമ്പാരിസൺ നടത്താം, ബാങ്ക് എക്സാംസുമായിട്ട് കമ്പാരിസൺ നടത്താം, സ്റ്റേറ്റ് പബ്ലിക് സെക്ടർ എക്സാമിനേഷൻ, സ്റ്റേറ്റ് PSC ആയിട്ട് കമ്പാരിസൺ നടത്തുമ്പോൾ RRB എക്സാമിനേഷൻസ് എന്ന് പറയുന്നത് വളരെ വളരെ സിംപിളർ ആയിട്ടുള്ളൊരു എക്സാമിനേഷനാണ്. കാരണം എന്താണ്, ഇംഗ്ലീഷ് എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റേ RRB NTPC എക്സാമിനേഷൻ ഇല്ല, അത് പ്രിലിംസിനും ഇല്ല മെയിൻസിനും ഇല്ല. നമുക്കറിയാം ഇംഗ്ലീഷിലൊരു ക്വസ്റ്റ്യൻ കാണുമ്പോഴത്തേക്കും നമ്മൾ കൺഫ്യൂസ്ഡ് ആണ്, അതായത് ഓപ്ഷൻസ് കാണുമ്പോൾ നമ്മൾ ഈവൻ ഒരു 80% ഓഫ് ദ കാൻഡിഡേറ്റ്സും ഓപ്ഷനിൽ നിന്നൊരു ഓപ്ഷൻ എടുത്തിട്ട് ക്വസ്റ്റ്യനിൽ ഇട്ട് നോക്കി വായിച്ചു നോക്കും, എന്നിട്ട് ആ ഫ്ലോയുമായിട്ട് അത് സിങ്ക് ആവുന്നുണ്ടെങ്കിൽ അതാണ് അവർ ആൻസർ ആയിട്ട് എടുക്കുക. സോ അങ്ങനെ ചെയ്യുന്നത് വഴി നമുക്ക് എപ്പോഴും കൺഫ്യൂഷൻസ് ആണ്, ഏത് ഓപ്ഷനാണ്, A ആണോ ഓപ്ഷൻ C ആണോ എൻ്റെ ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു കൺഫ്യൂഷനിലാണ് ഇംഗ്ലീഷ് ചെയ്യുന്നത്. ഇംഗ്ലീഷിൽ ഒരിക്കലും ഈവൻ ഒരു പ്രോ അല്ലാത്ത ഒരാൾക്ക് 100% ആക്യുറസി കീപ്പ് ചെയ്യുക എന്ന് പറയുന്നത് ഭയങ്കര ഡിഫിക്കൽട്ടായിട്ടുള്ള കാര്യമാണ്. ഏതുമാവാം ആൻസർ, നമുക്ക് 30 ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്ത 30 കറക്റ്റ് ആണെന്ന് ഒരിക്കലും ഇംഗ്ലീഷിൻ്റെ കേസിൽ പറയാൻ പറ്റില്ല. പക്ഷേ റീസണിങ് ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് വരുമ്പോൾ നമ്മളൊരു ക്വസ്റ്റ്യൻ കണ്ടു, ആ ക്വസ്റ്റ്യൻ നമ്മൾ സോൾവ് ചെയ്തു, നമുക്ക് കിട്ടിയ ആൻസർ ഓപ്ഷനിലുണ്ടെന്നുണ്ടെങ്കിൽ ഏകദേശം നമുക്ക് ഉറപ്പിക്കാം അത് ശരിയാണ് എന്നുള്ളത്. നിങ്ങൾക്ക് ആൻസർ കിട്ടിയത് കറക്റ്റ് ആണെന്നുള്ളത് ഉറപ്പിക്കാൻ തന്നെ സാധിക്കും. പക്ഷേ ഇംഗ്ലീഷിൻ്റെ കേസിൽ ആ കൺഫ്യൂഷൻ ഉണ്ട്. ഇംഗ്ലീഷ് വരുന്ന സമയത്താണ് നെഗറ്റീവ് മാർക്കിംഗ് കൂടാനുള്ള ചാൻസ് വരുന്നത്. ഇവിടെ ഇംഗ്ലീഷ് ഇല്ലാത്തത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് 100% ആക്യുറസി കീപ്പ് ചെയ്തുകൊണ്ട് എക്സാമിനേഷൻ അറ്റൻഡ് ചെയ്യാനും, ഇപ്പോൾ 50 എണ്ണം എഴുതി 50ഉം ശരിയാണ് എന്ന് നിങ്ങൾക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കും. ആ ഒരു ആക്യുറസി കീപ്പ് ചെയ്യാൻ സാധിക്കും. എക്സാമിനേഷൻ പാറ്റേൺ ഞാനൊന്ന് ഡിസ്കസ് ചെയ്യാം. ഏകദേശം 90 മിനിറ്റ്സ് ആണ് ഡ്യൂറേഷൻ വരുന്നത്. RRB NTPCയുടെ ടൈം ഡ്യൂറേഷൻ ഇസ് 90 മിനിറ്റ്സ്, അല്ലെങ്കിൽ 1 മണിക്കൂർ ഉണ്ട്. അതേസമയം ആൻഡ് 30 മിനിറ്റ്സ് മോർ, 90 മിനിറ്റ്സ് ആണ് എക്സാമിനേഷൻ. 1.5 മണിക്കൂറാണ് പരീക്ഷ നടക്കുന്നത്. നമ്മുടെ സബ്ജക്റ്റുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ മാത്സ് ഉണ്ട്, ജനറൽ അവെയർനെസ് ഉണ്ട്, ആൻഡ് റീസണിങ് ഉണ്ട്. സോ ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ്, ജനറൽ അവെയർനെസ് എന്നൊക്കെ പറഞ്ഞിട്ട് ചോദിക്കും, കൊടുത്തിട്ടുണ്ട്. പക്ഷേ സബ്ജക്ട്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ മാത്സ്, GK ആൻഡ് റീസണിങ്.
ഈ 3 സബ്ജക്റ്റുള്ളൂ. റീസണിംഗ് എന്ന് പറയുന്നത് നമ്മൾ കുഞ്ഞു ക്ലാസ് തൊട്ട് പഠിച്ചു വരുന്ന മെൻ്റൽ എബിലിറ്റി തന്നെയാണ് ഇവിടുത്തെ റീസണിംഗ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ചോദിക്കുകയാണെങ്കിൽ കണക്കിൽ നിന്നും 30 ചോദ്യങ്ങൾ 30 മാർക്കാണ്, മെൻ്റൽ എബിലിറ്റിയിൽ നിന്നും 30 ചോദ്യങ്ങൾ 30 മാർക്കാണ്, ജി കെയിൽ നിന്നും 40 ചോദ്യങ്ങൾ 40 മാർക്കാണ്. ഈ ജി കെ എന്ന് പറയുന്ന സാധനവും നമുക്ക് ഭയങ്കരമായിട്ട് ആക്യുറസി ഉറപ്പിക്കാൻ പറ്റുന്ന സാധനമാണ്. അതായത് സ്റ്റാറ്റിക് ക്വസ്റ്റ്യൻസ് ആണ് ജി കെയിൽ വരുന്നത്. ഇപ്പോൾ ബാറ്റിൽ ഓഫ് പാനിപ്പത്ത് ഏത് ഇയർ ആണ് നടന്നത്, അതേപോലെ തന്നെ കൺട്രീസ്, ക്യാപിറ്റൽസ്, ഒരു കൺട്രിയുടെ ക്യാപിറ്റൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും 100% ആക്യുറസിയോട് കൂടി ഓപ്ഷൻ നിങ്ങൾക്ക് കുത്താനായിട്ട് സാധിക്കും. ഇൻ കേസ് നിങ്ങളുടെ മെമ്മറി ലോസ് അല്ലെങ്കിൽ ഒരു മറവി വരുവാണ്, അയ്യോ ഞാൻ എന്താ പഠിച്ചത്, ബൾക്കായിട്ട് ജി കെ പഠിക്കുമ്പോൾ ഓപ്ഷൻസ് കാണുമ്പോൾ വേറെ ഏതെങ്കിലും ക്വസ്റ്റ്യൻ്റെ ആൻസർ മനസ്സിലേക്ക് വരും. ആ ആൻസർ ഓപ്ഷനിലുണ്ടെങ്കിൽ എല്ലാം കൂടെ കൺഫ്യൂസ് ആകുന്നൊരു സ്റ്റേറ്റ് വരും, അല്ലാതെ ആക്യുറസി അവിടെ ബാധിക്കുന്നില്ല എന്നുള്ളത്. അപ്പം ഇതിൽ നെഗറ്റീവ് മാർക്കിംഗ് ഉള്ളൊരു എക്സാമാണ്, 1/3 ആണ് നെഗറ്റീവ് മാർക്കിംഗ് വരുന്നത്. അതുകൊണ്ട് തന്നെ 100% അറിയാം എന്ന് ഉറപ്പുള്ള ആൻസേഴ്സ് മാത്രം എന്ത് ചെയ്യുക, മാർക്ക് ചെയ്യുക. ചുമ്മാ കറക്കി കുത്താനായിട്ട് നിൽക്കരുത്. കാരണം എക്സാം RRB NTPC ആണ്, ഓൾ ഇന്ത്യ നടക്കുന്ന എക്സാമാണ്, നാഷണൽ ലെവലിൽ നടക്കുന്ന എക്സാമാണ്. ഇതിനായിട്ട് ആസ്പയർ ചെയ്യുന്ന സീരിയസ് ആയിട്ട് പഠിക്കുന്ന ഒരുപാട് കാൻഡിഡേറ്റ്സ് ഉണ്ട്. സോ നിങ്ങളുടെ ഒരു മാർക്ക് നിങ്ങൾ അശ്രദ്ധ കൊണ്ട് കളഞ്ഞാൽ ഒരു പക്ഷേ പ്രിലിംസ് കിട്ടാതാകാം. അല്ലെങ്കിൽ ഈ ഒരു അശ്രദ്ധ പ്രിലിംസിനും മെയിൻസിനും എല്ലാം മുൻപോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നാൽ ഫൈനൽ റിസൾട്ട് വരുമ്പോൾ ഒരു 0.25 അല്ലെങ്കിൽ 0.33 മാർക്സിൻ്റെ ഇതിൽ പോലും ജോലി കിട്ടാതാവുന്നൊരു ചാൻസ് അത് നിങ്ങൾക്ക് തന്നെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന സാധനമാണ്. അതുകൊണ്ടാണ് പ്രിപ്പറേഷൻ തുടങ്ങുമ്പോൾ തന്നെ ആവശ്യമില്ലാത്തതെല്ലാം കയറി അറ്റൻഡ് ചെയ്യാതെ 100% ഉറപ്പുള്ള ആൻസേഴ്സ് മാത്രം മാർക്ക് ചെയ്യാനായിട്ട് എപ്പോഴും നിങ്ങളുടെ അടുത്ത് പറയുന്നത്. ഇനി നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് വരാം. അതായത് ടൈം എങ്ങനെ മാനേജ് ചെയ്യാം. ഈ 90 മിനിറ്റ്സ് ടൈം, അതായത് ഈ ഒരു NTPC എക്സാമിനേഷന് ബാങ്ക് എക്സാം പോലെയൊന്നുമല്ല, ഇവിടെ സെക്ഷണൽ ടൈമിംഗ് ഒന്നും ഇല്ല. ഈ 90 മിനിറ്റ്സ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഇത്ര മിനിറ്റ് ക്വാൻസ് ചെയ്യാൻ, ഇത്ര മിനിറ്റ് റീസണിങ് ചെയ്യാൻ, ഇത്ര മിനിറ്റ് GK ചെയ്യാൻ അങ്ങനെയൊന്നും തന്നിട്ടില്ല. പരീക്ഷ തുടങ്ങുന്ന സമയം നിങ്ങൾക്ക് 90 മിനിറ്റ്സ് ഉണ്ട്, അതായത് 1.5 മണിക്കൂറുണ്ട്, 90 ചോദ്യങ്ങളാണ്. ഓക്കെ, 90 minutes you have 100 questions ആണ്. 1.5 മണിക്കൂർ കൊണ്ട് 100 ചോദ്യങ്ങളാണ് നിങ്ങളുടെ മുൻപിലേക്ക് വരുന്നത്. അപ്പം നമ്മൾ എക്സാം തുടങ്ങുന്ന ഒരു ടൈമിൽ നിങ്ങൾക്ക് 100 ക്വസ്റ്റ്യൻസും ഒരുമിച്ച് കാണാൻ പറ്റുന്നു എന്ന മറ്റൊരു അഡ്വാൻറ്റേജും RRB NTPC എക്സാമിനേഷൻ ഉണ്ട്. ഇപ്പം നമ്മൾ ബാക്കിയുള്ള എക്സാംസ് കമ്പയർ ചെയ്യുകയാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ ബാങ്ക് എക്സാംസിനൊക്കെ സെക്ഷണൽ ടൈമിംഗ് ഉണ്ട്. അതായത് 20 മിനിറ്റ് നേരം നിങ്ങൾ റീസണിങ്ങിൻ്റെ ചോദ്യങ്ങൾ മാത്രമേ കാണത്തുള്ളൂ ആദ്യം. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അടുത്ത 20 മിനിറ്റ് ഇംഗ്ലീഷിൻ്റെ ക്വസ്റ്റ്യൻസ് മാത്രമേ കാണത്തുള്ളൂ. ആ 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലാസ്റ്റ് മാത്സിൻ്റെ ചോദ്യങ്ങളാണ് ലാസ്റ്റത്തെ 20 മിനിറ്റ് കാണുക. അതായത് ഫസ്റ്റ് 20 മിനിറ്റ് കഴിയുമ്പോൾ ഇംഗ്ലീഷാണ് നിങ്ങൾ കണ്ടെങ്കിൽ പിന്നെ ആ 20 മിനിറ്റ് ഫസ്റ്റ് 20 കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇംഗ്ലീഷിൻ്റെ ഒരു ചോദ്യം പോലും കാണാൻ പറ്റില്ല. അങ്ങനൊരു സ്ട്രക്ചറാണ് അവിടെ വെച്ചിരിക്കുന്നത്. പക്ഷേ ഇവിടെ അങ്ങനൊരു പ്രശ്നമില്ല. കാരണം സെക്ഷണൽ ടൈമിംഗ് ഇല്ല. 90 മിനിറ്റ്സിൽ 100 ക്വസ്റ്റ്യൻസും നിങ്ങളുടെ മുൻപിലേക്ക് വരിക. അപ്പം എന്ത് സ്ട്രാറ്റജിയാണ് ബിൽഡ് ചെയ്യേണ്ടത് എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് ആദ്യം പറഞ്ഞുതരാം. ആദ്യം തന്നെ നിങ്ങൾ ചെയ്യേണ്ടത്, ഫസ്റ്റ്ലി എടുത്ത് ചെയ്യേണ്ട സെക്ഷൻ എന്ന് പറയുന്നത് ക്വാൻസ് ആണ്. ഓക്കെ, ക്വാൻസ് എത്ര സമയം കൊണ്ട് ചെയ്യാം എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ഈസിലി ആദ്യത്തെ 30 മിനിറ്റ് ക്വാൻസിൽ കീപ്പ് ചെയ്യാം. അടുത്ത 30 മിനിറ്റ് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് റീസണിങ്ങിൽ കീപ്പ് ചെയ്യാം. ആൻഡ് GKയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ലാസ്റ്റത്തെ ഒരു 20 മിനിറ്റ് സ്ട്രാറ്റജി ഫോളോ ചെയ്യുക. എന്തുകൊണ്ട് ഞാൻ ക്വാൻസ് ആദ്യം എടുക്കാൻ പറഞ്ഞു എന്ന് വെച്ചാൽ, ഒരു എക്സാമിനേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എപ്പോഴും നമ്മുടെ മൈൻഡ് എന്ന് പറയുന്നത് കുറച്ച് കാം ആൻഡ് റിലാക്സ്ഡ് ആയിരിക്കും. എക്സാമിനേഷൻ ടൈം കുറഞ്ഞ് വരുന്നതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യും, സ്ട്രെസ് ആയിക്കൊണ്ടിരിക്കും. ക്വാൻസ് എന്ന് പറയുന്ന സബ്ജക്റ്റ് മാത്സ് ആണ്. മാത്സ് കുറച്ച് ചിന്തിച്ച് ചെയ്യേണ്ട സാധനമാണ്, കാൽക്കുലേഷൻസ് വരുന്ന സാധനമാണ്. അതുപോലെ തന്നെ കുറച്ച് ടൈം എടുക്കും ചെയ്യാനായിട്ട്. ഈവൻ ക്വസ്റ്റ്യൻ സിമ്പിളാണ്, എക്സാം സിമ്പിളാണ്, അതൊക്കെ അവിടെ ഉണ്ട്. എന്നാലും കുറച്ച് ടൈം എടുക്കും ചെയ്യാൻ. ആക്യുറസി ഏറ്റവും കൂടുതൽ വേണ്ട ഒരു സബ്ജക്റ്റാണ്. സോ അത് ആദ്യമേ തന്നെ അങ്ങ് എടുക്കുക. ആദ്യത്തെ 30 മിനിറ്റിൽ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് എടുക്കുക. ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് എടുത്തിട്ട് എന്ത് ചെയ്യുക, ചെയ്ത് നോക്കുക. ആ 30 മിനിറ്റ് കഴിഞ്ഞ് നിങ്ങൾ എന്ത് ചെയ്യുക, അടുത്ത 30 മിനിറ്റിലേക്ക് കിടക്കുക. അതിൽ റീസണിങ് ചെയ്യുക. എഗെയിൻ ക്വാൻസിൻ്റെ അത്രയും കാൽക്കുലേഷനും സ്പീഡും ഒന്നും റീസണിങ്ങിൽ വേണ്ട. ചെറിയ ചിലപ്പോൾ നമുക്ക് ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷനൊക്കെ നമ്മുടെ വർക്കിംഗ് പേപ്പറിൽ വരച്ചും എഴുതിയും ചെറിയ എഴുത്തും കുത്തും വരെയൊക്കെ അതിനകത്ത് വരും റീസണിങ്ങിൽ. അപ്പോൾ അതുകൊണ്ട് ആണ് മാത്സ് കഴിഞ്ഞിട്ട് എന്ത് ചെയ്ത് അടുത്ത 30 മിനിറ്റ് ഞാൻ റീസണിങ് ചെയ്യാൻ പറഞ്ഞത്. റീസണിങ്ങും ചെയ്യാം. ഞാൻ ചെയ്യാൻ പറയുന്നത് നിങ്ങളുടെ അടുത്ത് നിങ്ങൾക്ക് മാർക്കിംഗ് സ്കീം അറിയാം. ഇപ്പം ആദ്യത്തെ 30 മിനിറ്റും ഞാൻ
നിങ്ങളുടെ അടുത്ത് മാത്സിൻ്റെ 30 ചോദ്യങ്ങളും അറ്റൻഡ് ചെയ്യണം എന്നല്ല പറയുന്നത്, ചെയ്യാൻ പറ്റും. ഈവൻ ഹൈലി പ്രാക്ടീസ് ആയിട്ട് എല്ലാം അടിപൊളിയായിട്ട് പഠിച്ചുകൊണ്ട് പോയൊരു കാൻഡിഡേറ്റിന് ഈ 30 ക്വസ്റ്റിന് ആൻസർ ചെയ്യുക എന്ന് പറയുന്ന ഒരു ഈസി ടാസ്ക്കാണ്. പക്ഷേ എന്നാലും നമുക്ക് ചെയ്യാൻ പറ്റാത്തതായിട്ടൊരു 5, 6, 7 ക്വസ്റ്റ്യൻസ് ഒക്കെ വരും, അല്ലെങ്കിൽ ഒരു 3-4 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അതവിടെ നിൽക്കട്ടെ, ചെയ്യാൻ പറ്റുന്നത്രയും 30 മിനിറ്റ് കൊണ്ട് ചെയ്ത് തീർക്കുക. ഐ മീൻ 30 മിനിറ്റേ യൂസ് ചെയ്യാവുള്ളൂ. ആ 30 മിനിറ്റ് കൊണ്ട് മാത്സ് തീർക്കുക, അടുത്ത 30 മിനിറ്റ് കൊണ്ട് റീസണിങ് തീർക്കുക. ആൻഡ് ഏറ്റവും ലാസ്റ്റാണ് GK വരുന്നത്. GK ചെയ്യാൻ ഞാൻ ഈ 20 മിനിറ്റ് സമയം തന്നത് മോർ ദാൻ എനഫാണ്. കാരണം GKയിൽ ആകെ 40 ചോദ്യങ്ങളാണ് വരുന്നത്. വലിയ ലോങ് പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ് ഒന്നും അല്ല GKയിൽ വരുന്നത്, എല്ലാം 1 വേർഡ് ക്വസ്റ്റ്യൻസ് ആണ്. അത് പഠിച്ച് നിങ്ങളുടെ മെമ്മറിയിൽ നിന്ന് എടുത്ത സാധനം പെട്ടെന്ന് തന്നെ മാർക്ക് ചെയ്ത് പോവുക. 20 മിനിറ്റ്സ് മോർ ദാൻ എനഫാണ്. ഓക്കെ, എന്നിരുന്നാലും 20 മിനിറ്റ് കംപ്ലീറ്റ് ചെയ്യുക. 20 മിനിറ്റിന് മുമ്പ് കംപ്ലീറ്റ് ചെയ്താൽ അത്രയും നല്ലത്. ഞാനൊരു അപ്രോക്സിമേറ്റ് ടൈമാണ് 20 മിനിറ്റ് എടുത്തത്. അപ്പോൾ ഇവിടെ 30, 1 മണിക്കൂറായി, 1 മണിക്കൂർ 20 മിനിറ്റായി. ഇനി ലാസ്റ്റത്തെ ഒരു 10 മിനിറ്റ് സമയം കൂടെ നിങ്ങളുടെ മുൻപിൽ ബാക്കിയുണ്ട്. ഈ 10 മിനിറ്റ് എന്താണ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞാൽ, ഈവൻ 10 മിനിറ്റ് എന്ന് ഞാൻ പറഞ്ഞത് ഒരു അപ്രോക്സിമേറ്റ് ടൈമാണ്. നിങ്ങളിപ്പം GK 10 മിനിറ്റിൽ തീർക്കുവാണെങ്കിൽ നിങ്ങളുടെ മുൻപിൽ പിന്നെ ഒരു 20 മിനിറ്റ് സമയം കൂടെ ബാക്കി വരും. ഓക്കെ, ഞാൻ പറഞ്ഞത് മനസ്സിലായെന്ന് കരുതുന്നു. ആ 20 മിനിറ്റ് അല്ലെങ്കിൽ ലാസ്റ്റത്തെ 10 മിനിറ്റ് ടൈമിൽ എന്ത് ചെയ്യുക, നിങ്ങൾ റീസണിങ് ചെയ്തപ്പോഴും ക്വാൻസ് ചെയ്തപ്പോഴും നിങ്ങൾക്ക് അറിയാത്ത കുറച്ച് സാധനം വിട്ടിട്ടുണ്ടായിരിക്കും. അല്ലെങ്കിൽ ഒന്നുകൂടെ ഇരുന്നാൽ, ഒന്നുകൂടെ ആ ക്വസ്റ്റ്യൻ ഒന്ന് റിവ്യൂ ചെയ്താൽ എനിക്ക് ആൻസർ കിട്ടും അല്ലെങ്കിൽ ചെയ്തെത്തിക്കാൻ പറ്റും എന്ന് കോൺഫിഡൻസ് ഉള്ള ചില ക്വസ്റ്റ്യൻസ് നിങ്ങൾ മാറ്റിയിട്ടുണ്ടാവും. ആ ക്വസ്റ്റ്യൻസ് എടുത്തിട്ട് എന്ത് ചെയ്യുക, സോൾവ് ചെയ്ത് തീർക്കുക. ഈ ഒരു പ്രോസസ്സിൽ മുൻപോട്ട് പോയാൽ നിങ്ങളുടെ കോൺഫിഡൻസ് എക്സാമിൻ്റെ ടൈം തീരും തോറും ബിൽഡ് ആയിക്കൊണ്ടേയിരിക്കും. അതായത് ആദ്യത്തെ 30 മിനിറ്റിൽ എനിക്ക് ഏറ്റവും പാട് അല്ലെങ്കിൽ ഏറ്റവും ടൈം എടുക്കുന്ന ചിന്തിക്കേണ്ടതായിട്ട് ലോജിക്കലായിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരുന്ന ക്വാൻസ് ഞാൻ കംപ്ലീറ്റ് ചെയ്തു. എന്നിട്ടാണ് ഞാൻ റീസണിങ്ങിലേക്ക് വന്നത്. അവിടെ റീസണിങ് ഞാൻ കംപ്ലീറ്റ് ചെയ്തു. ലാസ്റ്റ് GK ഓക്കെ, ഞാൻ പഠിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് എഴുതാൻ പറ്റും. ക്വസ്റ്റ്യൻ കണ്ട ആൻസർ എനിക്ക് അറിയാമെന്ന് എൻ്റെ ബ്രെയിനിലുണ്ടെങ്കിൽ അത് ത്രൂ ഓപ്ഷനിൽ വന്നിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. സോ ഈ സ്ട്രാറ്റജിയാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, ടൈം സ്പ്ലിറ്റിൽ കൊടുക്കേണ്ടത്. അതായത് ക്യാൻ ടൈം ബി സ്പ്ലിറ്റഡ്, 90 മിനിറ്റ് സമയം അത് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റുമെന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഓഫ് കോഴ്സ് സ്പ്ലിറ്റ് ചെയ്ത് തന്നെ മോക്ക് എക്സാംസ് ചെയ്യുന്ന ടൈമിൽ ചെയ്യുക. ഫസ്റ്റ് 30 മിനിറ്റ് എന്ത് ചെയ്യുക, ക്വാൻസിനായിട്ട് അപ്ലൈ ചെയ്യുക. ആൻഡ് ദ സെക്കൻഡ് 30 മിനിറ്റ് റീസണിങ്ങിനായിട്ട് അപ്ലൈ ചെയ്യുക. ആൻഡ് ദ ലാസ്റ്റ് 20 മിനിറ്റ് എന്ത് ചെയ്യുക, GKക്കായിട്ട് അപ്ലൈ ചെയ്യുക. അതിൽ നിന്ന് വരുന്ന 10 മിനിറ്റ് എന്തായാലും ബാക്കി ഉണ്ടാവും. ഇനി ഇവിടെയൊക്കെ നിങ്ങൾ ഇത് രണ്ടും ഫിക്സ്ഡ് ആയിട്ട് തന്നെ വെക്കുക. 20 മിനിറ്റ് വേണമെന്നില്ല GK ചെയ്യാൻ, അതിൽ കുറച്ച് സമയത്ത് ചെയ്ത് തീർക്കാം. സോ അവിടെ എഗെയിൻ ടൈം നിങ്ങൾക്ക് റിലാക്സ് ചെയ്യാൻ പറ്റും. ലാസ്റ്റത്തെ 10 മിനിറ്റിൽ ഇവിടെ 3 സെക്ഷൻസിലും വിട്ടിരിക്കുന്നതായിട്ടുള്ള ചോദ്യങ്ങൾ എന്ത് ചെയ്യുക, റിവൈസ് ചെയ്തിട്ട് എക്സാം കംപ്ലീറ്റ് ചെയ്യുക. ഓക്കെ, ദിസ് ഈസ് എ കോമൺ സ്ട്രാറ്റജി വിച്ച് ഈസ് ആപ്ലിക്കബിൾ ഫോർ ഓൾ കൈൻഡ് ഓഫ് കാൻഡിഡേറ്റ്സ്. അതായത് എല്ലാ കാൻഡിഡേറ്റ്സിനും, അതായത് ഈവൻ അഡ്വാൻസ്ഡ് അടിപൊളിയായിട്ട് പ്രിപ്പയർ ചെയ്തിരിക്കുന്ന ഒരു കാൻഡിഡേറ്റ്, ഒരു മിഡിൽ ലെവലിൽ പ്രിപ്പയർ ചെയ്തിരിക്കുന്ന കാൻഡിഡേറ്റ്, തീരെ പ്രിപ്പയർ ചെയ്യാത്തൊരു കാൻഡിഡേറ്റ്, ഇവർക്ക് 3 പേർക്കും കോമൺ ആയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു ടൈം സ്ട്രാറ്റജിയാണ് ഞാൻ ഇപ്പോൾ ഇവിടെ ഡിസ്കസ് ചെയ്തത്. ഇതിൽ നിങ്ങളുടേതായിട്ടുള്ള ഇംപ്രൊവൈസേഷൻസ് നിങ്ങൾക്ക് വരുത്താം. അതായത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചിലപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു 20 മിനിറ്റിൽ ക്വാൻസ് ഫോക്കസ് ചെയ്യാം. ആൻഡ് അപ്പോൾ ഇവിടെ റിമൈനിങ് 10 മിനിറ്റ് ഉണ്ട്. ആൻഡ് അടുത്ത റീസണിങ് 20 മിനിറ്റ് ചെയ്യാം, ഇവിടെയും 10 മിനിറ്റ് ഉണ്ട്. അടുത്തത് നമുക്ക് GK 20 മിനിറ്റ്സിൽ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇവിടെ റിമൈനിങ് 10 മിനിറ്റ് വരും. 30 മിനിറ്റിൽ വേണമെങ്കിൽ മാത്സിലും റീസണിങ്ങിലും GKയിലും ഒക്കെ കുറച്ച് ക്വസ്റ്റ്യൻസ്, കുറേയൊക്കെ അറിയാത്തത് കാണും, അറിയാത്തതൊക്കെ വിട്ടിട്ട് ഈ 20 എന്ന് പറഞ്ഞ സ്ട്രാറ്റജി ഫോക്കസ് ചെയ്ത് കൊണ്ടുപോയിട്ട് ലാസ്റ്റ് നിങ്ങൾക്ക് 30 മിനിറ്റ് അധികം വരും. ആ 30 മിനിറ്റ് അധികം വരുമ്പോൾ GKയിലും റീസണിങ്ങിലും ക്വാൻസിലും ചെയ്യാത്തതായിട്ടുള്ള സാധനങ്ങൾ ചെയ്ത് കംപ്ലീറ്റ് ചെയ്ത് എക്സാം കംപ്ലീറ്റ് ചെയ്യാം. സോ ഒരു ഐഡിയ ആണ് ഞാൻ തന്നത്. ആൻഡ് ഇനി അതിനകത്ത് കോമൻറ്റ് ഔട്ടാണ്, ടോപ്പിക്കുകൾ സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. യെസ്, ടോപ്പിക്സും സ്പ്ലിറ്റ് ചെയ്ത് ചെയ്യാം. ഇപ്പം GKയിൽ ആദ്യം തന്നെ 40 ചോദ്യങ്ങളാണുള്ളത്. ഈ 40 ചോദ്യങ്ങൾ ഒന്ന് ഓടിച്ചിട്ട് നോക്കി പോവുക. നിങ്ങൾക്ക് അറിയാവുന്ന കുറേ ചോദ്യങ്ങൾ കാണും, അതെല്ലാം ആദ്യം ചെയ്ത് മാറ്റുക. അറിയാത്തത് അവിടെ ഇടുക. എന്നിട്ട് അറിയാവുന്ന എല്ലാം ചെയ്ത് കഴിഞ്ഞ് വന്നിട്ട് ലാസ്റ്റ് എന്ത് ചെയ്യുക, അതായത് ആ GKയുടെ 20 മിനിറ്റിനുള്ളിൽ തന്നെ നടക്കുന്ന കാര്യം കേട്ടോ ഞാൻ പറഞ്ഞത്. ആ ജനറൽ നോളജ് ഇപ്പം ഞാൻ ആദ്യം പറഞ്ഞ 20 മിനിറ്റ്സ് ടൈമിൽ നിങ്ങൾക്ക് ഈ സ്ട്രാറ്റജി യൂസ് ചെയ്തിട്ട് ചെയ്യാം. ആൻഡ് അടുത്ത സെഷനാണ് റീസണിങ് വരുന്നത്. റീസണിങ്ങിൽ ചില ടോപ്പിക്കുകൾ, അതായത് നമുക്ക് മിറർ ഇമേജിങ്, കോഡിങ് ആൻഡ് ഡീകോഡിങ്, ആൽഫ ന്യൂമറിക് സീരീസ്, അതുപോലെ ഫൈൻഡ് ദ ഓഡ് വൺ ഔട്ട്, ഇങ്ങനെയുള്ള ടോപ്പിക്സ് ഉണ്ട്, സിംപിളർ ആയിട്ടുള്ള ടോപ്പിക്സ്. ഇതെല്ലാം ആദ്യം ചെയ്ത് മാറ്റിയിട്ട് ലാസ്റ്റ് എന്ത് ചെയ്യുക, കുറച്ച് ടഫായിട്ടുള്ള സാധനങ്ങൾ കാണാം. അതായത് പസിൽസ് ആൻഡ് കൈൻഡ് ഓഫ് സീറ്റിംഗ് അറേഞ്ച്മെന്റ്, കുറച്ച് വരച്ച് നോക്കിയൊക്കെ ചെയ്യേണ്ട കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അത് നിങ്ങൾക്ക് ലാസ്റ്റിലേക്ക്, അതായത്
വിത്തിൻ റീസണിങ്ങിൻ്റെ ടൈം മിനിറ്റ്, ഞാൻ 30 പറഞ്ഞത്, ആ 30 മിനിറ്റിനുള്ളിൽ തന്നെ ടോപ്പിക്കുകൾ ഡിസൈൻ ചെയ്ത് ചെയ്യാം. 30 മിനിറ്റ് നിങ്ങൾ സെറ്റ് ചെയ്യുമ്പോൾ 30 മിനിറ്റിൻ്റെ ആദ്യം ഈസി ടോപ്പിക്സ് ചെയ്ത് മാറ്റുക. അത് എഗെയിൻ ഒരു കോൺഫിഡൻസ് ബിൽഡിങ്ങിന് ഒരു പ്രോസസ്സാണ്. അത്രയും ഞാൻ ചെയ്ത് മാറ്റിയിട്ടുണ്ട് എന്നൊരു കോൺഫിഡൻസ് കിട്ടും. അതായത് ഇപ്പം നിങ്ങൾ ആദ്യം തന്നെ ഒരു ടഫറായിട്ടുള്ള സാധനം, ഒരു സീറ്റിംഗ് അറേഞ്ച്മെന്റ് അല്ലെങ്കിൽ പസിൽ പോലെ ഒരു ക്വസ്റ്റ്യൻ, അല്ലെങ്കിൽ റീസണിങ്ങിന്റെ കുറച്ച് കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ഇരുന്നു, അതിലിരുന്നിരുന്നിരുന്ന് അത് കിട്ടുന്നുമില്ല, അത് സോൾവ് ചെയ്യാനും നോക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ കോൺഫിഡൻസ് ഡൗൺ ആയിക്കൊണ്ടിരിക്കും, സമയവും പോയിക്കൊണ്ടിരിക്കും. അതുകൊണ്ടാണ് റീസണിങ്ങിൽ കയറുമ്പോൾ ആദ്യം തന്നെ അവിടെ അറിയാവുന്ന സിംപ്ലർ ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ചെയ്ത് മാറ്റുക, ലാസ്റ്റിലേക്ക് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വെക്കുക ഈ 30 മിനിറ്റിൻ്റെ അകത്ത്. ഓക്കെ, ഇനി മാത്സ് ആണെങ്കിലും ആദ്യം തന്നെ മാത്സിന് 30 മിനിറ്റ് ആണ് ഞാൻ ഡിസൈൻ ചെയ്ത് തന്നത്. അല്ലെങ്കിൽ 20-20-20 സ്ട്രാറ്റജി നിങ്ങൾക്ക് ഫോളോ ചെയ്യാം. 20-20-20 ലാസ്റ്റ് 30 മിനിറ്റ്സ് എല്ലാം കൂടെ റിവൈസ് ചെയ്യാൻ കിട്ടും ആ സ്ട്രാറ്റജി. അല്ലെങ്കിൽ 30-30-30 ലാസ്റ്റ് 10 മിനിറ്റ് റിവൈസ് ചെയ്യാനായിട്ട് കിട്ടും. ഓക്കെ, സോറി 30-30-20 ലാസ്റ്റ് 10 മിനിറ്റ്സ് റിവൈസ് ചെയ്യാനായിട്ട് കിട്ടും. അപ്പം ക്വാൻസിൽ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ആദ്യം തന്നെ നമ്പർ സീരീസ്, അതുപോലെ തന്നെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ, സിംപ്ലിഫിക്കേഷൻ ആൻഡ് ഈസിയർ ആയിട്ടുള്ള വേർഡ് പ്രോബ്ലംസ്, സിമ്പിൾ ഇൻട്രസ്റ്റ്, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്, ടൈം ആൻഡ് വർക്കിൽ ഈസിയർ വേർഡ് പ്രോബ്ലംസ് ഒക്കെ നിങ്ങൾക്ക് ചെയ്തിട്ട് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഡാറ്റ ഇന്റർപ്രിട്ടേഷൻസ് അല്ലെങ്കിൽ കുറച്ച് ഹൈ ലെവൽ ആയിട്ടുള്ള വേർഡ് പ്രോബ്ലംസ്, ഇതൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ടുവേർഡ്സ് ലാസ്റ്റ് കൊണ്ടുവന്നിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. കാരണം ആദ്യം ഈസിയർ ആയിട്ടുള്ള ടോപ്പിക്സ് ഒക്കെ ചെയ്ത് മാറ്റിയെന്ന് കോൺഫിഡൻസും കാണും, അവസാനം പാടായിട്ടുള്ള സാധനമാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത്, ചെയ്യാൻ നോക്കുന്നത്. സോ ടോപ്പിക് വൈസ് സ്ട്രാറ്റജി ഈസ് ദെയർ. അതുപോലെ തന്നെ ടൈം ബിൽഡിംഗ് സ്ട്രാറ്റജിയും ഇവിടെ ഉണ്ട്. സോ നിങ്ങൾ മോക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം മനസ്സിൽ വെച്ചിട്ട് 1-2 മോക്സ് ഈ സ്ട്രാറ്റജിയോടുകൂടി നിങ്ങൾ എന്ത് ചെയ്യുക, ചെയ്ത് നോക്കുക. അപ്പം നിങ്ങളുടെ മാർക്സും കൂടുന്നതായിട്ട് നിങ്ങൾക്ക് കാണാം, നിങ്ങളുടെ കോൺഫിഡൻസും ബിൽഡ് ആകുന്നതായിട്ട് കാണാം. RRB NTPC എക്സാമിനേഷൻ എഴുതാൻ ഏത് നിമിഷവും നിങ്ങളെ തന്നെ റെഡിയാക്കിക്കൊണ്ട് വരുന്നു എന്നൊരു സെറ്റ് നിങ്ങളുടെ മൈൻഡിൽ എപ്പോഴും ഉണ്ടായിരിക്കും. സോ അതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. സോ NTPC എക്സാമിനേഷൻ എഴുതാനിരിക്കുന്ന കുട്ടികൾ ഇപ്പോൾ തന്നെ മോക്ക് ടെസ്റ്റ് എഴുതി പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുക. എപ്പോഴും പഠിച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല, ഈ മോക്ക് ടെസ്റ്റ് എഴുതുന്നതാണ് ഇമ്പോർട്ടൻറ്റ്. മോക്ക് ടെസ്റ്റ് എഴുതുമ്പോൾ നിങ്ങൾക്ക് മറ്റൊരു കാര്യം കൂടെ മനസ്സിലാവും. അതായത് ഒരു പെർട്ടിക്കുലർ ക്വസ്റ്റ്യൻ, അതായത് ഇപ്പം നമുക്ക് പറയാനാണെങ്കിൽ ആക്റ്റീവ് ആൻഡ് പാസീവ് വോയിസ്, സോറി ആക്റ്റീവ് ആൻഡ് ഇംഗ്ലീഷ് RRB NTPCയിലില്ല. സോ GKയുടെ കാര്യം ഞാൻ പറയാനാണെങ്കിൽ ഹിസ്റ്ററി എന്നൊരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയില്ല. അപ്പം എന്താ, ആ ഒരു പെർട്ടിക്കുലർ ടോപ്പിക്കിൽ നിന്നായിരിക്കും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത്. ഇപ്പോൾ ഫസ്റ്റ് വേൾഡ് വാർ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ എന്തെങ്കിലും വന്നെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയില്ല എന്നിരിക്കട്ടെ. അപ്പോൾ അതെന്താ മീൻ ചെയ്യുന്നത്, നിങ്ങൾക്ക് ആ ടോപ്പിക്ക് നിങ്ങൾ നന്നായിട്ട് പഠിച്ചിട്ടില്ല, അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും ഇനിയും നിങ്ങൾ പഠിക്കാനുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, അത് നോട്ട് ചെയ്ത് വെക്കുക. മോക്ക് എക്സാം എഴുതുന്ന സമയത്ത്, മോക്ക് എക്സാം ഒക്കെ കഴിഞ്ഞ് അതിനെ അനലൈസ് ചെയ്യുമ്പോൾ മനസ്സിലാവും എന്താ അതിന് പഠിക്കാനുണ്ട്. അപ്പോൾ പോയിട്ട് ആ ടോപ്പിക്ക് പഠിക്കുക, ഡെയിലി മോക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കുക. ഓക്കെ, എന്നിട്ട് അവിടെ വരുന്ന ഈ ചേഞ്ചസ് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് അതനുസരിച്ച് അവിടെ ഇമ്പ്രൂവ്, നിങ്ങളുടെ വീക്ക് ഏരിയ സ്ട്രോങ്ങർ ഏരിയ ആക്കാനായിട്ട് ത്രൂ ഔട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദ ടൈം സ്പ്ലിറ്റ് ആൻഡ് ടോപ്പിക് സ്പ്ലിറ്റ് ഇൻ RRB NTPC എക്സാം. ഇത് എന്തായാലും നിങ്ങൾ ഫോളോ ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഡോണ്ട് ഹെസിറ്റേറ്റ്, നിങ്ങൾക്ക് കമൻസിൽ ചോദിക്കാം. എങ്ങനെ ചെയ്താൽ റെഡിയാകും, എങ്ങനെ ചെയ്താൽ ബെറ്റർ ആയിരിക്കും എന്നുള്ളത്. വി വിൽ ഡെഫിനറ്റ്ലി ആൻസർ യുവർ ക്വസ്റ്റൻ. ഓക്കെ, അപ്പം എന്തായാലും കമൻറ്റിൽ ഇടുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ, എന്തെങ്കിലും ടോപ്പിക്കിനെ ബേസ് ചെയ്ത് വീഡിയോ വേണം എന്നുണ്ടെങ്കിലും നിങ്ങൾ കമൻസിൽ ഇടുക. കാരണം നിങ്ങൾ അങ്ങനെ പറയുമ്പോഴാണ് നിങ്ങൾക്ക് എന്താണ് എക്സാക്ട്ലി വേണ്ടതെന്ന് അറിഞ്ഞിട്ട് നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ആൻഡ് സോ ദാറ്റ്സ് ഓൾ അബൌട്ട് RRB NTPC. നമ്മുടെ SSC CGL പോലുള്ള എക്സാംസ് എന്തായാലും അടുത്ത വർഷം ഉണ്ടാവും എന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം നമ്മൾ ഒരുപാട് എക്സ്പെക്ട് ചെയ്തിരിക്കുന്ന സാധനമാണ് 2025 SSCയുടെ കലണ്ടർ എന്ന് പറയുന്നത്. സോ നമ്മൾ ഒരുപാട് നോക്കിയിരിക്കുന്ന SSC CGL, CHSL, MTS, CPO, സ്റ്റെനോ പോലുള്ള എക്സാമിനേഷൻസ് എല്ലാം 2025 ഉണ്ടാകും. എസ്പെഷ്യലി CGL എന്തുകൊണ്ട് ഒരുപാട് കാൻഡിഡേറ്റ്സ് ആസ്പയർ ചെയ്യുന്നു. ഇപ്പോൾ ഡിഗ്രി ഹോൾഡേഴ്സ് ഒക്കെ ഈ വീഡിയോ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടാവുന്നതിലും വെച്ച് ഏറ്റവും ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റി തന്നെയാണ് SSC CGL എന്ന് പറയുന്നത്. കാരണം 1 lakh എബോവ് സാലറി കിട്ടുന്ന അടിപൊളി പോസ്റ്റുകളുണ്ട്. അതായത് CBI ഇൻസ്പെക്ടർ, എക്സൈസ് ഇൻസ്പെക്ടർ, ഇൻകം ടാക്സ് ഇൻസ്പെക്ടർ, അസിസ്റ്റന്റ് ഓഡിറ്റ് ഓഫീസർ പോലുള്ള അടിപൊളി പോസ്റ്റുകളാണ്, ഹൈലി റെപ്യൂട്ടഡ് ആയിട്ടുള്ള പോസ്റ്റുകളാണ് CGL അണ്ടറിൽ വരുന്നത്. പക്ഷേ CGL എക്സാം ഒരുപാട് ഡിമാൻഡിങ് ആയിട്ടുള്ള എക്സാമാണ്. അതിനിപ്പോൾ മുതൽ തന്നെ പ്രിപ്പയർ ചെയ്ത് തുടങ്ങുകയെന്നുണ്ടെങ്കിൽ ക്ലിയർ ചെയ്യാനുള്ള ചാൻസസ് അത്രയും കൂടുതലാണ്. നിങ്ങൾ അത്രയും പ്രിപ്പറേഷനിൽ മുൻപിൽ നിൽക്കും. നിങ്ങൾക്ക് വരാനിരിക്കുന്ന എക്സാംസിനെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഈ നമ്പറിൽ കണക്ട് ചെയ്യുക.
ദാറ്റ്സ് ഇറ്റ്. ആൻഡ് RRB NTPCയുടെ നിങ്ങൾക്ക് കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും. സോ അത് ചെക്ക് ചെയ്യുക. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും കൂടെ വെച്ചിട്ട് പഠിക്കുക. കാരണം RRB ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്ത് ചോദിക്കാനുള്ള ചാൻസസ് വളരെ 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 ഹൈ ആണ്. എസ്പെഷ്യലി GK ക്വസ്റ്റ്യൻസ് ഒക്കെ റെപ്പിറ്റേറ്റീവ് ആയിട്ട് ചോദിക്കാറുണ്ട്. സോ ഡു ചെക്ക് ദാറ്റ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ. ആൻഡ് SSC CGL പ്രിപ്പയർ ചെയ്യുന്ന ആസ്പിറൻസിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ സ്ക്രോളിലൂടെ പോകുന്ന നമ്പറിൽ കണക്ട് ചെയ്യാം. ഇറ്റ്സ് മീ അമിഷ സൈനിങ് ഓഫ്. താങ്ക് യു.